ശബരിമല യുവതീ പ്രവേശനം ഉൾപ്പെടെ സുപ്രീം കോടതി പരിഗണിക്കുന്ന ഭരണഘടനാപരമായ ചോദ്യങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇന്ന് വാദങ്ങൾ എഴുതി നൽകും. 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ ഏപ്രിൽ 7-ന് വാദം ആരംഭിക്കാനിരിക്കെയാണ് വാദങ്ങൾ എഴുതി നൽകുന്നത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ സ്വീകരിച്ചതിൽ നിന്ന് മാറിയുള്ള നിലപാട് അറിയിച്ചേക്കും. യുവതീ പ്രവേശനമാകാമെന്ന ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ നിലപാടിൽ മാറ്റം വരുത്തുമെന്നാണ് സൂചന. പി ആർ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, 2 സത്യവാങ്മൂലങ്ങളാണ് സുപ്രീം കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. ഒന്ന് VS-ന്റെ ഭരണകാലത്ത് കൊടുത്ത 2008-ലെ ഒരു സത്യവാങ്മൂലം, പിന്നൊന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊടുത്ത സത്യവാങ്മൂലം. രണ്ടും പരസ്പര വിരുദ്ധമായിരുന്നു. VS-ന്റെ കാലത്ത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിലൊരു പണ്ഡിത സഭ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താക്കളാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നതും, എന്നാൽ യുവതീ പ്രവേശനത്തെ വിലക്കുന്നതിനോട് യോജിപ്പില്ല എന്നുള്ളതുമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇത് തിരുത്തി. പിണറായി സർക്കാരാണെങ്കിൽ ഇന്നേ വരെ ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടില്ല. എന്നാൽ VS-ന്റെ കാലത്തെ സത്യവാങ്മൂലത്തെ അനുകൂലിച്ചുകൊണ്ട് വാക്കാൽ സുപ്രീം കോടതിയിൽ അന്ന് ജയ്ദീപ് ഗുപ്ത അഭിഭാഷകൻ പറഞ്ഞു. ഈ വിഷയത്തിൽ ഒരു മാറ്റമുണ്ടാവുന്നു എന്ന സൂചനയാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ സുപ്രീം കോടതിയിൽ സർക്കാർ എഴുതി നൽകാൻ പോകുന്ന വാദങ്ങൾ 2008-ലെ വാദങ്ങൾ തന്നെയാണോ, അതിൽ മയപ്പെടുത്തിയും ലഘൂകരിച്ചുമുള്ള വാദങ്ങളായിരിക്കുമോ? പി ആർ സുനിൽ. അരുൺ, 2008-ലെ സത്യവാങ്മൂലത്തിലെ നിലപാടല്ല, അതിൽ നിന്ന് മാറി ശബരിമലയുടെ കാര്യത്തിൽ വിശ്വാസികൾക്കൊപ്പമാണ്, ആചാര സംരക്ഷണത്തിനൊപ്പമാണ് എന്ന തരത്തിലുള്ള ഒരു സത്യവാങ്മൂലമായിരിക്കും ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഇപ്പോൾ നൽകാൻ പോകുന്നത്. ഏതാണ്ട് 2016-ൽ എടുത്തിട്ടുള്ള നിലപാടിന് സമാനമായിട്ടുള്ള ഒരു നിലപാടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകുന്ന സത്യവാങ്മൂലത്തിൽ ഉണ്ടാവുക. ഏതായാലും ഈ ഒരു സത്യവാങ്മൂലത്തിലേക്ക് നയിച്ച കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട 2018-ലെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നടപ്പാക്കാൻ അന്ന് ഒന്നാം പിണറായി സർക്കാർ നടപടികൾ തുടങ്ങിയിരുന്നു. അത് വലിയ വിവാദമായി, വലിയ സംഘർഷമായി. അത് പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിക്ക് കാരണമായി. ഏതായാലും അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് മാറി ആചാര സംരക്ഷണം അല്ലെങ്കിൽ വിശ്വാസികൾക്കെതിരല്ല സർക്കാർ എന്ന ഒരു സന്ദേശം നൽകുന്ന ഒരു നിലപാട് സുപ്രീം കോടതിയിൽ അറിയിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഏതായാലും അതിന്റെ ഭാഗമായാണ് സത്യവാങ്മൂലം നൽകുന്നത്. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ ഭരണഘടനാ അവകാശങ്ങളാണ് സുപ്രീം കോടതി 9-അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഏപ്രിൽ 7-ന് ഈ കേസിൽ വാദം കേൾക്കൽ ആരംഭിക്കുന്നത്. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച്. അപ്പോൾ ആ കേസിൽ വാദം ആരംഭിക്കുന്നതിന് മുൻപാണ് ഈ കേസിലെ കക്ഷികളോട്, അത് കേരള സർക്കാർ ഉൾപ്പെടെയുള്ള കക്ഷികളോട് വാദങ്ങൾ എഴുതി നൽകാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനയുടെ 25, 26 അനുച്ഛേദങ്ങളിൽ മതവിശ്വാസത്തിനുള്ള ഭരണഘടനാ അവകാശം, ലിംഗ സമത്വം, ഇതൊക്കെ ഉയർത്തിയുള്ള പ്രധാനപ്പെട്ട ഭരണഘടനാപരമായ ചോദ്യങ്ങളാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നതെങ്കിലും ഈ വിഷയത്തിലെ ഒരു രാഷ്ട്രീയ നിലപാട് എന്ന ഒരു നിലപാടിന്റെ കൂടി ഭാഗമായിട്ടാണ് സർക്കാർ ഇങ്ങനെയൊരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിലും ഇന്ന് സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകും. അത് തയ്യാറായി വരുന്നുവെന്നാണ് സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. താങ്ക് യു. ഇപ്പോൾ പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്.